ജീവൻ വേണമെങ്കിൽ ആ കാല് പിടിച്ച് സത്യം ചെയ്യടാ. നാടിനെ ഒറ്റ കൊടുക്കുന്ന തെണ്ടിയാണ് നീ എന്ന് ഞാൻ അറിഞ്ഞില്ല. മാറിനടയില്ല. എടാ എടാ, നിന്നെ ഇവിടുന്ന് വിടണമെങ്കിൽ ഈ ആനയുടെ അടിവേറ്റ് കൂടെ നീ മൂന്ന് പോകണം. ഇവിടെ വേണം. എന്റെ കാവിലമ്മേ, നേർന്നിരുന്നത് പോലെ ആനയെ ഇരുത്തുന്നു. ഏറ്റുകൊള്ളണേ. അടുത്ത ഉത്സവം കടത്തനാട്ട് വക. അത് സാധ്യമല്ല. കടത്തനാട് ഉത്സവം നടത്താൻ പാടില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് അനുവദിക്കുകയില്ല. പന്തൽ വിധാനം അവിടെ തകർത്ത് നടത്തുകയാണ് ഉദയനും കൂട്ടരും. അവനാണ് എന്റെ അധപ്പതനത്തിന് കാരണക്കാരൻ. തീരുമാനിച്ചു, ഞാൻ തന്നെ അവനെ നേരിടും. ഗുരുക്കളെ, അതെ, നിങ്ങൾക്കതിന് കഴിയില്ല. ഞാൻ തന്നെ ഉത്സവം മുടക്കും. അവർ അപമാനിക്കുകയും ചെയ്യും. കതിരൂർ ഗുരുക്കൾ പന്തൽപ്പണി കാണാൻ വന്നിരിക്കുകയാണല്ലേ? കടത്തനാടിന്റെ പന്തൽ പണിയല്ലേ? നിറയെ പൂക്കളാണല്ലോ. കടത്തനാട്ടുകാർ ദേവന്മാരോ മനുഷ്യരോ? കതിരൂർക്കാരെ അപേക്ഷിച്ച് കടത്തനാട്ടുകാർ ദേവന്മാരാണ്. ദേവന്മാരുടെ ഒരു പന്തല്. എന്താ പന്തലിനൊരു തകരാറ്? കേൾവിക്ക് പൊന്നോല, കാഴ്ചക്ക് തെങ്ങോല. തച്ചോളി ഉദയന്റെ നേതൃത്വത്തിൽ കടത്തനാട്ടുകാർ പണിത പന്തലാണിത്. ആ പന്തലിനെ പരിഹസിക്കാൻ ആണായി പിറന്ന ഒരുത്തനുണ്ടോ? കതിരൂരെ പേര് കേട്ട കുരുക്കൾ കടത്തനാടിന്റെ മുമ്പിൽ പെണ്ണായിപ്പോയോ? ആണായാലും ശരി, പെണ്ണായാലും ശരി, താളവും തകൃതിയും കതിരൂരിൽ മതി. കുത്തിയാൽ തിരിച്ചു കുത്തും. കുത്തുന്ന ആളെന്ന് കങ്ങട്ടെ ഞാൻ. കാവിൽ ആറാട്ട ദിവസമാണോ ഗുരുക്കളെ ഇതൊക്കെ? ശരി, കാവലിൽ വെച്ചൊന്നും ചെയ്യുന്നില്ല. കതിരൂർക്കാരോ അല്ല കടത്തനാട്ടുകാരോ ആണുങ്ങളെന്ന് തെളിയിക്കാൻ അടുത്ത ഞായറാഴ്ച പൊന്നിയത്ത് അംഗത്തിന് കൊടുത്തിരിക്കുന്നു. കടത്തനാട് ഒരിക്കലും അംഗത്തിൽ നിന്ന് പിൻവാങ്ങില്ല. അന്ന് കാണാം ആരാണ് ആണുങ്ങളെന്ന്. ഗുരുക്കൾ പോവുകയോ? ഇതാരുടേതാ തോക്ക്? കോഴിയെ വെടിവെക്കാൻ കൊള്ളാം. എന്റെ തോക്കാണ്. ഒരു കോഴിയെ കിട്ടുമോ എന്ന് നോക്കട്ടെ. അടുത്ത ഞായറാഴ്ച പൊന്നിയത്ത് കതിരൂരും കടത്തനാടും തമ്മിൽ അംഗം കൊടുത്തിരിക്കുന്നു. അന്ന് കാണാം. ചങ്ങാതി, വേഗമാവട്ടെ, പുറപ്പെടാൻ സമയമായി. അവർക്ക് കാത്തിരിക്കുകയാണ്. പടിഞ്ഞാറ്റയിൽ പോയി പരദേവതയെ തൊഴുതുവരും. എന്റെ പരദേവതേ, നാടിനെയും നാട്ടാരെയും കാത്തുരക്ഷിക്കണേ. അനീതിയെയും അക്രമത്തെയും അകറ്റാനുള്ള അംഗത്തിൽ കടത്തനാടിനെ കാത്തുരക്ഷിക്കണേ. എന്തായാലും തുറക്കല്ലേ. ചങ്ങാതിയുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. സൂക്ഷിക്കണം.
കണ്ടാച്ചേരി നമ്മുടെ സൂത്രം ഫലിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പ അതിന് അനുവദിക്കില്ല. കടത്തനാടുമായുള്ള അംഗത്തിന്റെ പേരിൽ തച്ചോളി ഉദയനക്കുറിപ്പിനെ കുരുതി കൊടുക്കാൻ അനുവദിച്ചുകൂടാ. കടത്തനാട്ടിന് ഇനിയും ആ ജീവൻ ആവശ്യമാണ്. അതുകൊണ്ടല്ലേ പടിഞ്ഞാറ്റിയിൽ ഇട്ടടച്ചത്. അത് ശരി. എന്നാലും ഒരു മുൻകരുതൽ എടുത്താലും. എന്താണ്? അംഗത്തിനാണെങ്കിൽ ഈ വഴിക്കേ വരൂ. ഈ പാലം എടുത്ത് നീക്കിയാൽ അപ്പയ്ക്ക് അത്ര വേഗം ചാടാൻ പറ്റില്ല. എവിടെ കടത്തനാടിന്റെ പടനായകൻ? പോയിട്ടിറങ്ങാൻ പേടിക്കുന്ന പരാക്രമി. കുഞ്ഞക്കുങ്കി, കുഞ്ഞക്കുങ്കി, എത്ര തവണ ഇത്ര വെള്ളം ചോദിച്ചു? കുങ്കി, ദാഹിക്കുന്ന ഭർത്താവിന് ഒരിച്ച് വെള്ളം കൊടുത്തരാത്ത നിന്റെ സ്നേഹം. കുങ്കി, ആരുമില്ല ഇവിടെ ഒരിച്ച് വെള്ളം തരാൻ.